ഹരേ കൃഷ്ണ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് വെണ്ണയാണ്. അത് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണാം. വെണ്ണയുടെ കൂടെ നമ്മൾ നെയ്യും കൂടെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ? അപ്പോൾ ഞാൻ ഇവിടെ 1 മാസം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാലിൻ്റെ പാട. നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ തന്നെയാണ്. അവളെ വിളിക്കുന്നത് നമ്മൾ ലക്ഷ്മി എന്നാണ്. അപ്പോൾ ലക്ഷ്മിയുടെ പാലിൻ്റെ പാട തന്നെയാണ്. അത് നല്ല ജേഴ്സി മഞ്ഞപ്പാലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാടയാണ് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ വലിയൊരു ബേസിനാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല, ശരിക്കുണ്ടായിരുന്നു 2 കുപ്പിയിലായിട്ടാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാനൊരു ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സി ഓണാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ടാകും. കുറച്ച് നമ്മൾ മിക്സി ഒന്ന് ചലിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ശരിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്ന സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് മിക്സ് അല്ലെങ്കിൽ സ്റ്റക്കായിരിക്കും. എന്നിട്ട് വേണം നിങ്ങൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ പിന്നെയും നിങ്ങളൊന്ന് ഓണാക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ തന്നെ പറ്റും, ഇത് ഇങ്ങനെയാണ് റെഡിയാവുന്നത്. അപ്പം നമ്മുടെ വെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾ നല്ല തണുത്ത വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത്. നല്ല ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ്, കാരണം അല്ലെങ്കിൽ ഇത് മെൽറ്റായിപ്പോവും, ചൂടായ പിന്നെ റെഡിയാവില്ല. അപ്പോൾ നമ്മുടെ വെണ്ണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിവിടെ വെണ്ണ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല മഞ്ഞ കളറാണ്. നിങ്ങൾ എങ്ങനെയാണോ ഇതിൽ കാണുന്നത് അതേപോലെ തന്നെ മഞ്ഞയാണ്. അപ്പോൾ നമ്മളിത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്നും കൂടെ നമ്മളൊന്ന് പ്രസ് ചെയ്തൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ ആ മോര് ഇല്ലേ, അത് നന്നായിട്ടത് പോകണം. ഒരു 2-3 തവണ നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ വെള്ളം ഒന്ന് കളയുക. എന്നിട്ട് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്ട് കംപ്ലീറ്റ്ലി നല്ല വെണ്ണ റെഡി ആയിട്ടുണ്ട്. സത്യത്തിൽ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കിത് കഴിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിയുടെ അകത്ത് വെച്ചിട്ടും ഞാനിത് മടക്കി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാല് ചൂടാക്കുന്ന പാത്രം തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേശ്ശെയായിട്ട് ഞാൻ വെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ള്. അതിനുശേഷം ഞാനിതൊന്ന് മെൽറ്റാകാൻ വേണ്ടി നമ്മുടെ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ടൊന്ന് മെൽറ്റായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മോരില്ലയോ അത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഇത് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മോരാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകം പാൽപ്പാട ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് തൈരും കൂടെ നമ്മൾ ഒഴിച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ വെണ്ണ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ പിന്നെ നമ്മൾ മോര് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കയ്പ്പ് വരും. അപ്പം നമ്മൾ കുറച്ച് തൈരും കൂടെ, നല്ല പുളി തൈരും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ പാലിൻ്റെ പാട ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നല്ലപോലെ നമ്മുടെ നെയ്യ് മെൽറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മളിതൊന്ന് ചലിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇതൊന്ന് ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ കളറിൽ ഇതേപോലെ വരുമ്പോൾ തന്നെ നിങ്ങളെടുത്ത് മാറ്റണം. അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു ചായ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി കട്ടിയായി പോവും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സൂപ്പറായിട്ടാണ് ഇവിടെ എൻ്റെ നെയ്യ് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യുക. നിങ്ങൾക്കും എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റും. എന്താ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും നെയ്യ് ഞാൻ റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല സന്തോഷം. നേരത്തെ ഞാൻ 2 വീക്കിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ബൈ.